ഈ തലമുടി വളരാനും അകാല നര ഇല്ലാതാവാനും ഉള്ളുകൂടിയ മുടി ഉണ്ടാവാൻ കറുപ്പുള്ള മുടി നിലനിൽക്കാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാം. പക്ഷെ അതൊന്നുമല്ല ഇതിൻ്റെ പ്രാധാന്യമുള്ള പ്രയോജനം. ഉറക്കക്കുറവ് ഉള്ള ആൾക്കാർക്ക് നല്ല ഉറക്കം ഉണ്ടാവാൻ, കഴുത്തുവേദന ഉള്ള ആൾക്കാർക്ക് വാതകരമായിട്ടുള്ള സ്പോണ്ടിലൈറ്റിസ് പോലെയുള്ളതല്ല, അല്ലാതെ നീരിറക്കം പോലെ ഉണ്ടാകുന്ന മസ്കുലർ പ്രോബ്ലത്തിന് നമ്മൾ കഴുത്തുവേദന ഒരു കാരണമാകുമ്പോൾ നമുക്ക് അത് തടയാൻ എണ്ണ സാധാരണ ആൾക്കാർക്ക് തണുപ്പുള്ളതാണ് ഉറക്കമുണ്ടാക്കുന്നത്. പക്ഷെ ആ ഉറക്കമുണ്ടാക്കുന്ന തണുപ്പുണ്ടാക്കുന്ന എണ്ണകൾ പൊതുവേ നമ്മുടെ കഴുത്തുവേദനയെ അധികമാക്കും. പക്ഷേ ഈ എണ്ണ ഉപയോഗിച്ച് പരിചയിച്ച ആളുകൾ പറഞ്ഞിരുന്നത് ഏകദേശം 95 മുതൽ ഇത് ഉണ്ടാക്കി വിപണിയിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ വളരെ അടുത്ത കാലത്തായി പല ആളുകൾ ഇങ്ങനെ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഔഷധ നിർമ്മാണത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും ആളുകളുടെ ആവശ്യമാണല്ലോ നമ്മുടെ പ്രവൃത്തിക്ക് പ്രേരണയാവേണ്ടത്. അപ്പോൾ അങ്ങനെ വീണ്ടും ഈ എണ്ണ ഉണ്ടാക്കുന്നത്, തൈലം തലയിൽ പറ്റാനുള്ളത് ഉണ്ടാക്കുന്നത് തുടങ്ങി. തലവേദനയ്ക്ക് ആശ്വാസമുണ്ടായ ആൾക്കാരുണ്ട് ഈ എണ്ണ ഉപയോഗിച്ചിട്ട്. ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും നല്ലെണ്ണയും എള്ളെണ്ണയും ഒക്കെ ഒരുപോലെ, അതായത് മൂന്നും ചേർന്നിട്ടുണ്ട്. പിന്നെ പാലുകളായിട്ടുള്ള പശുമ്പാൽ, എരുമപ്പാൽ, നാളികേരപ്പാൽ അത് ചേർന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ കൽക്കമരുന്നുകളായിട്ട് ത്രിഫല, അഞ്ജനക്കല്ല്, ഇരട്ടിമധുരം തുടങ്ങിയ കണ്ണുകൾക്കും ശിരസിനുമൊക്കെ ഗുണം ചെയ്യുന്ന മരുന്നുകൾ ഉണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ വിധി പോലെ 2-3 രാത്രി കൊണ്ടാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വിധി. അത് ഈ 3 രാത്രി കൊണ്ട് ഉണ്ടാക്കി ഓട്ടുരുളിയിലാണ്, ഇത് മൃദ്വഗ്നിയിലാണ് പാചകം ചെയ്യുന്നത്. അഗ്നി കുറച്ചിട്ടാണ് ഇത് പാചകം ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് ഇതിലെ ഔഷധമൂലികകളുടെ ഗുണം ഉണ്ടാവുന്നത്. ഏതായാലും ഉപയോഗിച്ച ആൾക്കാർക്കൊക്കെ സന്തോഷമാണ്. അവർ ഇത് ഗുണപ്രദമായതുകൊണ്ടാണ് എന്നെ പ്രേരിപ്പിച്ച് വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങിയത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എങ്ങനെ ഉണ്ടാവുകയെന്ന് നമുക്കറിയാമല്ലോ. ഇതിന് ഒരു പേരും ലേബിലൊക്കെ കൊടുത്ത് ബോട്ടിലാക്കിയപ്പോൾ ഇറക്കി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഈ 2 വർഷം കൊണ്ട് ആകെ 3 തവണ ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെ വലിയ വൻകിട തോതിലുള്ള ഉണ്ടാക്കലിലേക്ക് കടന്നിട്ടില്ല. ആവശ്യക്കാർ അത്രയ്ക്കില്ല, ഒരുപാടുണ്ടെങ്കിലുണ്ടല്ലോ മാർക്കറ്റിൽ. അപ്പോൾ ഈ ഒരു തലത്തിൽ തേച്ച് കുളിക്കാൻ പറ്റിയ പല രീതിയിലും ഗുണപ്രദമായിട്ടുള്ള എണ്ണ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഇന്ന് കുറഞ്ഞു വരികയാണ്. അത് മരുന്നുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഉണ്ടാക്കാനായിട്ട് അറിയുന്ന ആൾക്കാർ കുറവാണ്. അപ്പോൾ ഞാൻ ആയുർവേദ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഇതിൻ്റെ ഫോർമുല ട്രൈ ചെയ്തു, പലരിൽ ഗുണപ്രദമായി കണ്ടു, മാർക്കറ്റ് ചെയ്തു, ഗുണപ്രദമായി കണ്ടു, തുടരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം.